ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കിക്കൊണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രം കാട്ടാളൻ എന്ന തിയേറ്ററുകളിലേക്ക് എത്തി. വലിയ പ്രതീക്ഷയോടുകൂടി എത്തിയ സിനിമയാണ്. ഒന്നാമത് മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ചെയ്തതിനു ശേഷം ആ നിർമ്മാണ കമ്പനി വീണ്ടും എടുക്കുന്ന സിനിമയാണ്. പക്ഷേ പ്രതീക്ഷകൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടാൽ പോലും ഒരു ആക്ഷൻ പടം കാണാം എന്നതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഓഫർ ചെയ്യാതെ കാട്ടാളൻ വളരെ ഫ്ലാറ്റായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. തെന്നിന്ത്യയിൽ നിന്ന് സുനിലിനെ കൊണ്ടുവരുന്നുണ്ട്, ഹിന്ദിയിൽ നിന്ന് കബീർ ദുഹാൻ സിംഗിനെ കൊണ്ടുവരുന്നു, രവി ബസ്റ്റൂഡ് എന്ന മ്യൂസിക് ഡയറക്ടറിനെയൊക്കെ കൊണ്ടുവരുന്നു, തമിഴിൽ നിന്ന് തുഷാര വിജയനെ കൊണ്ടുവരുന്നു. പലയിടത്തു നിന്നായി പലരെയും കൊണ്ടുവന്നിട്ട് ഒന്നും ആവാണ്ട് അവിയലുരുവായി മാറിയിരിക്കുകയാണ് കാട്ടാളൻ. ഇതാണ് നമുക്ക് ആദ്യം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചാൽ മതിയെന്ന്. അങ്ങനെ അവസാനിക്കണം എന്ന് തോന്നിയൊരു സിനിമയായിരുന്നു കാട്ടാളൻ. സത്യം പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് റിവ്യൂ പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ഐ മേക്ക് ഷുവർ ഇതിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂവിൻ്റെ അതിർവരമ്പ് ഞാൻ കടക്കില്ല എന്നുള്ളത്. നെഗറ്റീവ് മീൻസ് നെഗറ്റീവ്. പടം നല്ല ശോകമായിട്ടുണ്ട്. അതായത് ഇതിന് വൺ ലൈൻ ആക്ച്വലി നല്ല ഗ്രിപ്പിംഗ് വൺ ലൈനാണ്, നല്ല രസമുള്ള വൺ ലൈനാണ് എന്ന് കരുതി ഇതുവരെ ലോകം കേൾക്കാത്ത ഇതുവരെ കാണാത്ത വൺ ലൈൻ എന്നല്ല പറഞ്ഞത്. സാധാരണ ഒരു വൺ ലൈൻ, ഒരു ഗാങ്സ്റ്റർ പടത്തിന് സാധാരണ കാണുന്ന ഒരു വൺ ലൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഏത് ഗ്യാങ് വാർ, ഒരു കാട്ടിൽ അതിലൊരു ത്രോണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അതിൻ്റെ തലവന്മാർ, അവർ തമ്മിലുള്ള ഫൈറ്റ്, അതിനൊരു പ്രധാനപ്പെട്ട കോസാണ് ആനക്കൊമ്പ് എന്ന് പറയുന്നത്, ഐവറി. അത് വെച്ചിട്ട് ഇവർ തമ്മിലുണ്ടാക്കുന്ന തർക്കങ്ങൾ, അത് എങ്ങനെയാണ് മൗണ്ട് ചെയ്തെടുക്കുക, അതിന് വേണ്ടിയിട്ടൊരു സഹായി വരുന്നു, അതിൻ്റെ കൂടെ ഒരു ട്രൈറ്റർ ഉണ്ടാവും, സ്വാഭാവിക ഒറ്റുകാരനുണ്ടാവുമല്ലോ. ഈ പടത്തിലൊക്കെ ഒരു സഹായി ഇല്ലെങ്കിൽ പോലും ഒരു ഒറ്റുകാരനുണ്ടാവും. ഇതൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സാധാ പടം. അതായത് തെലുങ്ക് മാസ് മസാലകളിൽ നമ്മൾ ഇഷ്ടം പോലെ കാണുന്ന ഇതുപോലത്തെ പടങ്ങൾ നേരെ എടുത്ത് ഇവിടെ മലയാളത്തിൽ കൊണ്ട് പറിച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു കാര്യം, സത്യം പറയുന്നൊരു മലയാളം പടമായിട്ട് തോന്നില്ല. ഇതൊരു തെലുങ്ക് പടം മലയാളത്തിൽ ഡബ് ചെയ്തതുപോലെയാണ് ഫീൽ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ പടം എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൽ 2 ക്യാമിയോ ഉണ്ട്, ആ 2 ക്യാമിയോയും കൊള്ളാം. പിന്നെ അതോടൊപ്പം 2 ക്യാമിയോ കൊള്ളാമെന്ന് പറയുമ്പോൾ കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കണമല്ലോ. ഹനാൻ ഷാ എന്തിന്, ഏതിന്, ആർക്ക് വേണ്ടി, എവിടെ നിന്ന് വന്നു എന്ന് പോലും മനസ്സിലാവുന്നില്ല. പെപ്പയുടെ പുറകെ നിൽപ്പുണ്ട്, പെപ്പയുടെ പുറകിലോ മുമ്പിലോ നിന്നോ കുഴപ്പമില്ല, പക്ഷേ ഒരു ഡയലോഗില്ല, ഒറ്റ ഡയലോഗില്ല. ഞാനിങ്ങനെ ഒരു ഡയലോഗ് പറയുമോ ഹനാൻ ഷാ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്, എവിടെ ഒരു ഡയലോഗും ഇല്ല. തുഷാര വിജയനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തുഷാര വിജയൻ വന്നതല്ലേ, എന്നാൽ പിന്നെ 2 ഫൈറ്റ് സീക്വൻസ് അങ്ങ് കൊടുത്തേക്കാം എന്ന് അണിയർ പ്രവർത്തകർ പറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു ചേസ്, ഒരു ഫൈറ്റ്, ഖതം ഗയ, ഗുഡ് ബൈ. ഹിപ്സ്റ്റർ ഉണ്ട് പടത്തിൽ. ആവേശം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഒന്ന് ചാടിയിട്ട് ഹിപ്സ്റ്ററിൻ്റെ റോള് കാണണം. എന്തിനാ, ആർക്ക് വേണ്ടിയാ, എന്തിനാന്നൊന്നും മനസ്സിലാവുന്നില്ല.